ഹലോ എവ്രിവൺ. ഹെയർ കളറിംഗിലെ സ്റ്റെറിലൈസേഷനും സാനിറ്റേഷനും സംബന്ധിച്ച ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെക്ഷനിൽ സ്റ്റെറിലൈസേഷനും സാനിറ്റേഷനും എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പഠിക്കും. ഈ സെഷന്റെ അവസാനത്തോടെ നിങ്ങൾ പഠിക്കുന്നത് സ്റ്റെറിലൈസേഷനും സാനിറ്റേഷനും. സ്ലൈസിംഗ് പ്രൊസീജിയറിനും ആഫ്റ്റർ കെയറിനും ആവശ്യമായ മെറ്റീരിയൽസും ടൂൾസും കളക്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിനായി ആവശ്യമായ മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ്: ടൈമർ 1, മിക്സിംഗ് ബൗൾ ഒരെണ്ണം, മെഷറിംഗ് സ്പൂൺ 1, മെഷറിംഗ് സ്കെയിൽ 1, സ്പ്രേ ബോട്ടിൽ 1, ടിൻറ്റ് ബ്രഷസ് 1, പിൻ ടെയിൽ ചീർപ്പ് 1, സെറ്റിംഗ് ക്ലിപ്പ് 1. മെറ്റീരിയൽസ്: നെക്ക് ക്യാപ്പ് 1, നെക്ക് സ്ട്രിപ്പ് 1, ടവൽ 1, പ്രൊട്ടക്റ്റീവ് ഗ്ലൗസ് 1, സ്റ്റെറിലൈസിംഗ് സൊല്യൂഷൻ 1, ആന്റി ബാക്ടീരിയൽ ഡിസിൻഫെക്റ്റന്റ് 1. ഇനി നമുക്ക് സ്റ്റെറിലൈസേഷന്റെയും സാനിറ്റേഷന്റെയും പ്രൊസീജിയർ നോക്കാം. സാനിറ്റേഷൻ നിയമങ്ങൾ: ലേബലിംഗും കവറിംഗും. ഹെയർ കളർ പ്രൊഡക്ട്സിനോ കെമിക്കൽസിനോ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും ശരിയായി ലേബൽ ചെയ്തിട്ടുണ്ടെന്നും ഉപയോഗത്തിലല്ലാത്തപ്പോൾ മൂടിയിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. ഇത് പ്രതീക്ഷിക്കാതെ പുറത്തു പോകുന്നതിനോ ഡാമേജ് ആവുന്നതും തടയുന്നു. ഹാൻഡ് ഹൈജീൻ: ഓരോ ഹെയർ കളർ ട്രീറ്റ്മെന്റിന് മുമ്പും ശേഷവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുന്നത് വളരെ പ്രധാനമാണ്. പകരമായി ശുചിത്വം നിലനിർത്താൻ നിങ്ങളുടെ കൈകളിൽ ആന്റി ബാക്ടീരിയൽ ഡിസിൻഫെക്റ്റന്റ് സ്പ്രേ ഉപയോഗിക്കാം. ഇംപ്ലിമെന്റേഷനും ടോൾസിനുമുള്ള സ്റ്റെറിലൈസേഷൻ ആൻഡ് സാനിറ്റേഷൻ പ്രൊസീജിയർ: ചൂടുള്ള സോപ്പ് വെള്ളത്തിൽ കഴുകുക. ബ്രഷുകൾ, ചീർപ്പുകൾ, ക്ലിപ്പുകൾ തുടങ്ങിയ ഹെയർ കളറിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച ശേഷം ചൂടുള്ള സോപ്പ് വെള്ളത്തിൽ കഴുകുക. ഏതെങ്കിലും കളറിന്റെ അവശിഷ്ടമോ ഉൽപ്പന്നം കെട്ടിക്കിടക്കുന്നതോ റിമൂവ് ചെയ്യാൻ ഇന്റൻസിറ്റി കുറഞ്ഞ ഡിറ്റർജന്റോ സോപ്പോ ഉപയോഗിക്കുക. കഴുകുക: സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജന്റുകൾ റിമൂവ് ചെയ്യുന്നതിനായി ഉപകരണങ്ങൾ ഒഴുകുന്ന വെള്ളത്തിനടിയിൽ നന്നായി കഴുകുക. സ്റ്റെറിലൈസിംഗ് സൊല്യൂഷനിൽ മുക്കുക. കഴുകിയ ശേഷം ഉപകരണങ്ങൾ സ്റ്റെറിലൈസിംഗ് സൊല്യൂഷനിൽ മുക്കുക. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ അഥവാ റബ്ബിംഗ് ആൽക്കഹോൾ സാധാരണയായി സലൂൺ പോലുള്ള സ്ഥലങ്ങളിൽ സ്റ്റെറിലൈസിംഗ് ഏജന്റായി ഉപയോഗിക്കുന്നു. ബാക്ടീരിയ, വൈറസുകൾ, മറ്റു രോഗാണുക്കൾ എന്നിവയെ കൊല്ലാൻ ആൽക്കഹോൾ സഹായിക്കുന്നു. ഉപകരണങ്ങൾ സ്റ്റെറിലൈസ് ആയെന്ന് ഉറപ്പാക്കുക. എയർ ഡ്രൈ അല്ലെങ്കിൽ വൈപ്പ് ഡ്രൈ: ഉപകരണങ്ങൾ പൂർണ്ണമായും വായുവിൽ ഉണങ്ങാൻ അനുവദിക്കുക. അല്ലെങ്കിൽ അവ വീണ്ടും ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉണക്കി തുടയ്ക്കാൻ നിങ്ങൾക്ക് വൃത്തിയുള്ള തുണി ഉപയോഗിക്കാം. കൂടുതൽ ടിപ്സ്: ക്രോസ് കണ്ടാമിനേഷൻ കുറയ്ക്കുന്നതിന് ഡിസ്പോസിബിൾ ഹാൻഡ് ഗ്ലൗസ് പോലെയുള്ള ഡിസ്പോസിബിൾ മെറ്റീരിയൽസ് ഉപയോഗിക്കുക. ക്ലീൻ അറ്റ്മോസ്ഫിയർ നിലനിർത്തുന്നതിന് കൗണ്ടർ ടോപ്പുകൾ, സ്റ്റൈലിംഗ് ചെയർസ് എന്നിവ പോലുള്ള ജോലി സ്ഥലങ്ങൾ പതിവായി വൃത്തിയാക്കുകയും സാനിറ്റൈസ് ആക്കുകയും ചെയ്യുക. ഏതെങ്കിലും കണ്ടാമിനേഷൻ പടരുന്നത് തടയാൻ ഓരോ ഉപയോഗത്തിന് ശേഷം ടവലുകളും ക്യാപ്പുകളും കഴുകുക. ക്ലയന്റുകളിൽ ഹെയർ ഡ്രയർ, കത്രിക എന്നിവ പോലുള്ള
ഷെയർ ചെയ്ത ടൂളുകൾ പതിവായി സ്റ്റെറിലൈസ് ചെയ്യുക. ഒരു ക്ലയന്റിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ആന്റി ബാക്ടീരിയൽ ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ച് ടൂളുകൾ സ്പ്രേ ചെയ്യുക. ബ്രഷുകൾ, ചീർപ്പുകൾ അല്ലെങ്കിൽ ക്ലിപ്പുകൾ പോലുള്ള ഏതെങ്കിലും ഹെയർ കളറിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ആന്റി ബാക്ടീരിയൽ ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ച് അവ സ്പ്രേ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ക്ലയന്റിന്റെ മുടിയിൽ ഹൈജീനായിട്ടുള്ള പ്രയോഗം ഉറപ്പാക്കിക്കൊണ്ട് ടൂൾസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏതെങ്കിലും ബാക്ടീരിയ, വൈറസ് എന്നിവ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. ട്രീറ്റ്മെന്റിനിടെ എല്ലാ ഉപകരണങ്ങളും ആൽക്കഹോളിൽ സൂക്ഷിക്കുക. ഹെയർ കളറിംഗ് ട്രീറ്റ്മെന്റ് സമയത്ത് എല്ലാ ഉപകരണങ്ങളും, പ്രത്യേകിച്ച് ക്ലയന്റിന്റെ ഹെയറുമായോ സ്കിന്നുമായോ ഡയറക്റ്റ് കോൺടാക്ട് വരുന്നത് ആൽക്കഹോൾ പോലുള്ള സ്റ്റെറിലൈസിംഗ് സൊല്യൂഷനിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഈ കണ്ടിന്യൂസ് ഇമ്മേർഷൻ ട്രീറ്റ്മെന്റ് ഉടനീളം ഉപകരണങ്ങളുടെ സാനിറ്റേഷൻ നിലനിർത്താൻ സഹായിക്കുന്നു. ഏതെങ്കിലും കണ്ടാമിനേഷൻ തടയുന്നു. എല്ലാ ഉൽപ്പന്നങ്ങളും നല്ലതും വൃത്തിയുള്ളതുമായ അവസ്ഥയിൽ സൂക്ഷിക്കുക. എല്ലാ ഹെയർ കളർ പ്രൊഡക്ട്സും കണ്ടന്റുകളും നല്ലതും ക്ലീൻ കണ്ടീഷനിൽ ആണെന്ന് ഉറപ്പാക്കുക. അപ്ലിക്കേഷൻ സമയത്ത് കണ്ടാമിനേഷൻ തടയുന്നതിന് പ്രൊഡക്റ്റ് കണ്ടെയ്നേഴ്സിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. തൊലി മുറിഞ്ഞാൽ ഉടൻ ആന്റിസെപ്റ്റിക് യൂസ് ചെയ്യുക. അപകടങ്ങൾ സംഭവിക്കാം. ഹെയർ കളറിൽ പ്രൊസീജിയറിൽ ക്ലയന്റിന്റെ സ്കിന്നിൽ പ്രതീക്ഷിക്കാതെ മുറിവോ പരിക്കോ ഉണ്ടായാൽ ഉടനടി ആന്റിസെപ്റ്റിക് യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഇൻഫെക്ഷൻ തടയാനും ക്ലയന്റിന്റെ സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കുന്നു. ക്യൂട്ടിക്കൽ പിന്നിലേക്ക് തള്ളുന്നത് ഒഴിവാക്കുക. ഹെയർ കളർ അപ്ലൈ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് റൂട്ട് ടച്ചപ്സ് അല്ലെങ്കിൽ ഹൈലൈറ്റ് സമയത്ത് ഔട്ടർ സ്കിൻ വളരെ പിന്നിലേക്ക് തള്ളുന്നത് ഒഴിവാക്കുക. ജെന്റിൽ അപ്ലിക്കേഷൻ മുടിക്ക് കുറഞ്ഞ ഡാമേജ് ഉറപ്പാക്കുകയും സ്കാൽപ്പിലെ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. എപ്പോഴും വൃത്തിയുള്ള യൂണിഫോം ധരിക്കുക. ഹെയർ കളറിംഗ് ട്രീറ്റ്മെന്റുകളിൽ സലൂൺ പ്രൊഫഷണലുകൾ വൃത്തിയുള്ള യൂണിഫോം ധരിക്കുന്നത് വളരെ പ്രധാനമാണ്. ഹൈജീനും പ്രൊഫഷണൽ ലുക്കും നിലനിർത്താൻ യൂണിഫോം പതിവായി അലക്കുക. സേഫും ക്ലീനുമായ ഒരു സലൂൺ എൻവയറൻമെന്റ് സൃഷ്ടിക്കുന്നതിന് ശരിയായ സ്റ്റെറിലൈസേഷനും സാനിറ്റേഷനും പ്രൊസീജിയറും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പ്രാക്ടീസുകൾ ക്ലയന്റിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും സലൂൺ സ്റ്റാഫുകളുടെ കെയർ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഈ ഇൻസ്ട്രക്ഷൻസ് പാലിക്കുന്നത് ഹെയർ കളർ ട്രീറ്റ്മെന്റുകളുടെ പ്രൊഫഷണലും റെസ്പോൺസിബിലിറ്റിയുള്ളതുമായ അപ്രോച്ച് പ്രകടമാക്കുന്നു. ഈ സെക്ഷനിൽ നമ്മൾ കണ്ടത് സ്റ്റെറിലൈസേഷൻ ആൻഡ് സാനിറ്റേഷൻ പ്രൊസീജിയറുകൾ നടപ്പിലാക്കുന്നത്. ഈ സെക്ഷനിലെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പാർട്ടിസിപ്പേഷനും നന്ദി. അടുത്ത സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം.